ഗവർണർ തനിക്കെതിരായ ബാനറുകൾ നിർത്തി അഴിപ്പിച്ചിരിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നാണ് സംഭവം. അരുൺ അമർനാഥുണ്ട്. അരുൺ, നേരത്തെ തന്നെ അദ്ദേഹം വന്നപ്പോൾ എന്തുകൊണ്ട് ഇത് നീക്കിയില്ല എന്ന് വളരെ കർശനമായ ഭാഷയിൽ തന്നെ ചോദിച്ചതാണ്. വൈസ് ചാൻസലറോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ പോലീസിനോടും അദ്ദേഹം ഈ എന്തുകൊണ്ട് നീക്കിയില്ല എന്ന കാര്യം ഉന്നയിച്ചിട്ടുണ്ടല്ലേ? ദിവിഷ, വൈസ് ചാൻസലർ ഇപ്പോൾ നേരിട്ട് ഈ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിയിരിക്കുന്നു. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഗവർണർ വിളിപ്പിച്ചതിനെ തുടർന്നാണ് വൈസ് ചാൻസലർ എത്തിയത്. ദിവിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഗവർണർ നേരിട്ടെത്തി പോലീസിനോട് രോഷാകുലരായി എന്തുകൊണ്ടാണ് ഇത് നീക്കം ചെയ്യാത്തതെന്ന് ചോദിക്കുകയായിരുന്നു. മലപ്പുറം SP-യോട് തന്നെ നേരിട്ട് ഇത് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തിയാണ് ഈ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലുണ്ടായിരുന്ന 3 SFI നിരത്തിയ 3 ബാനറുകൾ അങ്ങനെ പോലീസ് അഴിച്ചു മാറ്റുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഗവർണർ ഉച്ചയ്ക്ക് ആണ് ഗവർണറുടെ ശ്രദ്ധയിൽ ഈ ബാനർ പെട്ടത്. ഇന്നലെ രാത്രിയായിരുന്നു ഗവർണർ ഈ ഗസ്റ്റ് ഹൌസിൽ എത്തുന്നത്. അങ്ങനെ ഉച്ചയോടുകൂടി തിരിച്ചു വരുമ്പോഴാണ് ഈ ബാനറുകൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ തുടർന്ന് ഇത് നീക്കം ചെയ്തില്ല. ഈ ബാനറുകൾ ഇപ്പോൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് തന്നെ ഈ ബാനറുകൾ ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ വൈസ് ചാൻസലറുമായി ഗവർണർ ചർച്ച നടത്തുകയാണ്. നേരത്തെ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒരു ബാനർ പോയാലും അവിടെ 100 ബാനറുകൾ ഉയർത്തുമെന്നൊരു നിലപാട്, പ്രതിഷേധം ഘടിപ്പിക്കും എന്നൊരു നിലപാട് തന്നെയാണ് SFI നേരത്തെ അറിയിച്ചിരുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഗവർണർ തന്നെ നേരിട്ട് ഇടപെട്ട് പതിവില്ലാത്ത രീതിയിലുള്ള കാഴ്ചകളാണ്. ഗവർണർ നിന്ന് തനിക്കെതിരായ ബാനറുകൾ പോലീസിനെ കൊണ്ട് അഴിപ്പിക്കുന്ന നിലയിലേക്ക് സാഹചര്യം മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഗവർണർക്കെതിരെ വളരെ നിശിതമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുവെങ്കിലും ഗവർണർ എന്തായാലും അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോഴും കോഴിക്കോട് നിന്ന് നൽകുന്ന കാഴ്ചകൾ. അരുൺ ആണ് വിവരങ്ങൾ നൽകിയത്.